ഹലോ കൂട്ടുകാരെ, നമസ്കാരം. തൊട്ട് മുന്നേയുള്ള സീൻ എന്താണെന്ന് വെച്ചാൽ അല്ലിമുല്ലയുടെ അച്ഛന് തൈര് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല കട്ടി തൈര് വീട്ടിരിപ്പുണ്ടായിരുന്നു. അതൊരു കിണ്ണത്തിലാക്കി ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ വൈകുന്നേരത്തെ ഇവർക്ക് ഐസ്ക്രീം കൊടുത്തുകൊണ്ട് തന്നെ ഇവർ കരുതിയത് ഐസ്ക്രീമിൻ്റെ ബാക്കിയായിരിക്കും എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് തല്ലിനിടയിൽ അല്ലിയും ഒരു സ്പൂണ് കഴിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ എക്സ്പ്രഷൻ കാരണം ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുമല്ലോ ഐസ്ക്രീം ആണെന്ന്. അപ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ മാറിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് മുല്ല പിടിച്ച് വാങ്ങിച്ച് അവൾ ഭയങ്കര ഷോക്ക് കാണിച്ചിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഇനി തണുപ്പുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവൾക്ക് ചെറിയ ചെറിയ എക്സ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തൈര് വായിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ മുന്നേ ഇനി പ്ലിങ് ആവുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണോ, കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നാണ് അവളിങ്ങനെ വായൊക്കെ പൊത്തിച്ചിരിക്കുകയും കാര്യം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അല്ലിക്കുട്ടി തൈരിൻ്റെ കിണ്ണം കഴിക്കലാക്കി യാതൊരു വ്യത്യാസം ഇല്ലാണ്ട് അവൾ കോരി കുടിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഓക്കെ വഴക്കിനിടയിൽ മനസ്സിലായില്ലെന്ന് പറയാം. രണ്ടാമത് യാതൊരു ഇതും ഇല്ലാണ്ട് ഇവളിങ്ങനെ തൈര് കോരി കഴിച്ചിട്ട് എന്താ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. തൈര് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഐസ്ക്രീമിൻ്റെ അതേ രൂപത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി തണുപ്പുള്ളതുകൊണ്ടാണോ ഇനി വേറെ ഫ്ലേവറിൻ്റെ ഐസ്ക്രീം ആണെന്ന് എഴുതിയിട്ടാണോ എന്നറിയില്ല, ഇവർ കഴിക്കുന്നുണ്ടായിരുന്നേ. മുല്ലക്കുട്ടി അവിടെ ആയിട്ട് ഐസ്ക്രീം തൈര് കിട്ടാത്തതുകൊണ്ട് തന്നെ കാലും കൈയൊക്കെ ഇട്ടിട്ട് അടിച്ചൊക്കെ കരയുണ്ടായിരുന്നു കേട്ടോ. അല്ലിയുടെ അച്ഛൻ വീണ്ടും അല്ലിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് മുല്ലയ്ക്ക് കൊടുത്തു. മുല്ല അത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തൈര് ചോദിച്ച മനുഷ്യൻ ആരായി, അദ്ദേഹത്തിന് കിട്ടിയതുമില്ല. ഒടുവിൽ വീണ്ടും പാത്രം അല്ലിയുടെ കൈ കിട്ടിയപ്പം പിടിച്ച് പറിച്ചത് മാതിരി തൈരിക്കിണ്ണം കഴിക്കലാക്കി അല്ലിയുടെ അച്ഛൻ കുറച്ച് തൈര് അതിൽ നിന്ന് എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും താലം കൈമാറും പോലെ പാത്രം കൈമാറി രണ്ടുപേരും മത്സരിച്ച് തൈര് കുടിക്കുന്നുണ്ടായിരുന്നു. അവസാനം എന്താണ്, കിണ്ണത്തിലെ തൈരും തീർന്നു. മിൽക്കി മിസ്റ്റിൻ്റെ 1 കിലോയുടെ തൈര് വാങ്ങിച്ചതും അതും കഴിഞ്ഞു. ഇനി ഐസ്ക്രീം ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ ഇവരിത് ചെയ്യണമെന്നും അറിയത്തില്ല. ഇപ്പം എവരുടെ പ്ലിങ്ങാവുന്ന മുഖം ഷൂട്ട് ചെയ്യാൻ ഫോൺ ഓൺ ചെയ്ത ഞാനിപ്പോൾ ആരായി? ഞാനാണ് ശരിക്കും പ്ലിങ്ങായത്.